ഈ ലോകത്ത് എല്ലാം സംഭവിക്കുന്നതിനും ഒരു കാരണം ഉണ്ടാവും. സംഭവിച്ചത് മോശവും അതിൻ്റെ കാരണം നല്ലതും ആകുന്നിടത്ത് പഴി സ്വയം ഏറ്റെടുത്ത് ചിരിക്കുക എന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ഇത് പറഞ്ഞത് ഞാനാണ്. എൻ്റെ പേര് അലൻ, ഒരു യുവ എഴുത്തുകാരനാണ്. അമ്മച്ചി പറയ്. മോനെ, ആ ചേച്ചി വന്നോ? ഇല്ല. അവരെന്നെ പണിയായി കാണിക്കുന്നേ. 9 മണിയായില്ലേ അവിടെ? ഞാൻ എന്നാണേലും അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ അല്ല, അപ്പൊ ഈ നേരം വരെ നീ ഒന്നും കഴിച്ചില്ലല്ലേ? ആ ശരി, എന്നാ ഞാൻ വിളിക്കാം. അമ്മ ആ ചേച്ചിനൊന്ന് വിളിച്ചു നോക്ക്. എനിക്ക് വേറെ കോൾ വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. അജോലെ പറഞ്ഞോ? എടാ എന്തായി? എടാ നീ വലിയ ക്രിസ്റ്റഫർ നോളൻ കഥയൊന്നും എഴുതണ്ട. ഒരു വീട്, 2 ക്യാരക്ടർ, ഒരു കുഞ്ഞു കണ്ടന്റ്, അത് മതി. എടാ നമ്മുടെ ബഡ്ജറ്റ് നിനക്ക് അറിയാലോ. എടാ നിനക്ക് പറ്റൂടാ. നാളെ രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോ സ്ക്രിപ്റ്റ് കൊടുക്കാന്ന് ഞാൻ ഏറ്റുപോയി. അതാ ഇന്ന് സെറ്റാക്ക്. ഓക്കെ ഓക്കെ. ഹോം നേഴ്സ് മേരി, 51 വയസ്സ്. അതെ. താനോ? അല്ല, ഞാൻ അന്ന മേരി. മേരി എന്റെ അമ്മച്ചിയാ. ഇന്നലെ വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്കേ അമ്മച്ചീനെ ഒരു ഓട്ടോ തട്ടി. ഇതേപോലെ ഇത്തിരി കൂടി ഒച്ചത്തിൽ അയ്യോന്ന് വിളിച്ച് അമ്മച്ചി ഇതേ തെറിച്ച് കാനയില്. നടുവിനൊരു വെട്ടലും കാലിനൊരു പൊട്ടലും. വണ്ടി ഇലക്ട്രിക് ആയോണ്ട് സൗണ്ട് ഒന്നും കേട്ടില്ലാന്ന് അമ്മച്ചി പറഞ്ഞു. പെട്ടെന്ന് വിളിച്ച് വേറെ ആളെ വേണമെന്ന് പറഞ്ഞാ കിട്ടൂലല്ലോ. അതാ പിന്നെ ഞാൻ തന്നെ വന്നേ. കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ പേടിക്കൊന്നും വേണ്ടെന്നേ. ലുക്കും സ്റ്റെസ്കോപ്പ് ഒക്കെ ഒറിജിനലാ. ഞാൻ നഴ്സിംഗ് പഠിക്കാനേ ഉള്ളൂ, ഫൈനൽ ഇയർ. ഇച്ചിരി വെള്ളം കിട്ടോ? ചേട്ടാ ഇവിടെ ഒറ്റയ്ക്കാണോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വിളിക്കുന്ന ആവശ്യമുണ്ടോ? പിന്നെ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. പേര് വിളിച്ചാൽ മതി, അലൻ. അത് ശരിയാണല്ലോ, അലൻ. തൻ്റെ വീട്ടിൽ അമ്മച്ചി മാത്രമേ ഉള്ളൂ? അല്ല, അപ്പനുണ്ട്, പോലീസിലാ. പേടിക്കണ്ട, ഇപ്പൊ സസ്പെൻഷനില്ല. മുമ്പ് എന്ന വീട്ടിലെ പുള്ളിയില്ലേ, അമ്മച്ചീനോട് എന്തോ ഒരു വൃത്തിയോട് പറഞ്ഞു. അപ്പൻ അതിന് മറുപടി കൊടുത്തതാ. അങ്ങനെ പുള്ളിക്ക് പണി കിട്ടി. ഇവിടുത്തെ ആളുകളൊക്കെ എവിടെ? പെങ്ങടെ കൊച്ചിനെ നോക്കാൻ അപ്പനും അമ്മ അവിടെയാ, ഖത്തറിലെ. അത് നന്നായി. അല്ല, അവരില്ലാത്തോണ്ടാണല്ലോ എനിക്കൊരു വരുമാന മാർഗമായത്. ഓ അങ്ങനെ. അല്ല, ഇത് ആംഗിൾ ഫ്രാക്ചർ ആണോ ടിബി ആണോ? ആംഗിള്. ഓ, അപ്പൊ 3 മാസം അല്ലേ? സാരില്ല, ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു ഇരുത്തം നല്ലതാ. അല്ല അതെ. അല്ല ചോദിച്ചോ? അല്ല, അലൻ ചോദിച്ചോ? എടോ താണ്ട് ചോദിക്കാൻ വന്നല്ലേ, ലേഡീസ് ഫസ്റ്റ് ആണല്ലോ. താൻ ചോദിച്ചോ? അത് വേറൊന്നുമല്ല. ബാത്റൂം എവിടെയാ? അവിടെ. ഈ ബാത്റൂമിലാണോ വീണത്? അല്ല, ഇതിലാ. അപ്പൊ സേഫാ. അത് ശരി, വെള്ളം ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നോ? പിന്നെ ഈ ഒറ്റക്കാലം ഞൊണ്ടിയുള്ള നടത്താൻ മറ്റേ കാലിനും കൂടെ വേദന തരത്തേ ഉള്ളൂ, കേട്ടോ? കേട്ടു. ഇത് മാത്രല്ലേ ഉള്ളൂ അലക്കാൻ? എഴുത്തുകാരനല്ലേ? അമ്മച്ചി പറഞ്ഞായിരുന്നു. അതുകൊണ്ടായിരിക്കും അധികം സംസാരിക്കാത്ത. ഒരുപാട് സംസാരിച്ചാ പേപ്പറിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിലോ? എടോ താനിതൊക്കെ ചിന്തിച്ചിട്ട് പറയുന്നതാണോ അതോ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നാണോ? അതെന്നെ അങ്ങനെ ചോദിച്ചേ? വെറുതെ വളരെ പെട്ടെന്ന് മറുപടി വരുന്നു, പഠിച്ചു വെച്ചേക്കണ പോലെ. എന്തായാലും തൻ്റെ പരിപാടി നടക്കട്ടെ, ഞാൻ എൻ്റെ പണിയിലേക്ക് കിടക്കട്ടെ. ശരി.
ആടാ ഞാൻ വിളിക്കാം 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 വിളിക്കാം. ആ ശരി. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചൂടെ, ഞാൻ വരൂലേ? എടോ തന്റെ കാല് സീനാവും. അമ്മച്ചി മരിച്ചിട്ടിപ്പോ 3 കൊല്ലം അല്ലേ? അല്ല 4 കൊല്ലായി. ശരി, ഇവനിതെവിടെ പോയി? ചുരിദാർ എങ്ങനെ ഈ വീട്ടിലെ ചുരിദാർ? ക്ലാര അലൻ എന്നാ ചോദിച്ചേ? അമ്മച്ചി എത്ര കാലമായി ഹോം നഴ്സായിട്ട് കയറിയിട്ടെന്നല്ലേ? അതൊരു 4 വർഷമായി. കോലഞ്ചേരിന്ന് റിട്ടയർ ആയപ്പോൾ മുതൽ അമ്മ ഹോം നഴ്സാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഓട്ടോ തട്ടിയില്ലായിരുന്നെങ്കിൽ അമ്മച്ചി വരേണ്ടത് എവിടെ? 2 വർഷം മുമ്പ് പനമ്പള്ളി നഗറിൽ നീ ഉണ്ടായിരുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ്. അന്ന് നിൻ്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ട്, പകരം ഫൈനൽ ഇയർ പഠിക്കുന്ന നീ വന്നു. അന്നാ വീട്ടിലൊരു മിന്നായം പോലെ ഞാനും വന്നിരുന്നു. അലൻ എന്നൊക്കെ പറയുന്നേ? അന്നെ നീ എത്ര ആളിങ്ങനെ ഓടും? നീ അവിടുന്ന് ആരോടും പറയാതെ എന്തിനാ പോയേ? ക്ലാര, ഹോം നേഴ്സ് ക്ലാര, ഏജ് 47. ഇതാരപ്പോ? കൺഫേം ആണോ? കൺഫേം അല്ലടാ, എനിക്ക് ആള് മാറിപ്പോയതാ. എന്തായാലും നീ ഒന്ന് കരുതിയിരുന്നു. ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. ഞാൻ എന്തുകൊണ്ട് തന്നെ വിളിക്കടാ. ശരി, അന്ന് അവിടെ നിന്ന് മിസ്സാവാത്തോണ്ട് നീ പോയതിന്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലായില്ല. പറ, ഇനി നീ ഒളിച്ചു കളിക്കേണ്ട കാര്യമില്ല. ഹോം നേഴ്സ് ക്ലാര, ഏജ് 47. ഇതാരപ്പോ? ആ അല്ല, ഈ എഴുതാറുള്ള കഥയൊക്കെ എപ്പോഴെങ്കിലും സംഭവിക്കണേന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവിനോട് ഞാൻ പറയുന്ന ഒരു കാര്യമെങ്കിലും നടക്കണേന്ന്. അതിനുവേണ്ടി കുഞ്ഞി കടലാസിൽ എഴുതി നേർച്ചപ്പെട്ടിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒപ്പം പോലീസിലാന്നൊക്കെ? കള്ളവാ, ജയിലിലാണ്. പാവന്റെ അമ്മച്ചി അടിച്ചും തൊഴിച്ചും ആ പാവത്തിന് വയ്യാണ്ടായപ്പോ ചവിട്ടി കൊന്നിട്ടാ എൻ്റെ ഒപ്പം ജയിലിൽ പോയത്. അയാൾ ഓരോ തവണ പരോളിന് വരുമ്പോഴും ഒളിച്ചിരിക്കാൻ ഞാൻ കണ്ടെത്തിയൊരു മാർഗമാണ് ഈ നഴ്സിംഗ് ജോലി. ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്ന് എനിക്ക് എന്തായാലും അറിയാം. പിന്നെ വായി കിടക്കുന്ന നാക്കല്ലേ, ഇവിടെ വരെ പോകും നോക്കാം. അന്നെ
അല്ല, അന്നേന്ന് തന്നെയാണല്ലോ പേര്. മാറ്റണോ? മേരി മാറ്റമില്ലോ അല്ലേ? അമ്മച്ചിയല്ലേ? ഇല്ല. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ നീ പറഞ്ഞത് സത്യമാണോ കള്ളാണോ അന്വേഷിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ ഈ ഇരുത്തം നിർത്തി ഒന്ന് ഓടാറാവുന്നവരെ ഇവിടെ കണ്ടാൽ മതി. അതെ, ആ. കാലിങ്ങനെ അധിക നേരം തൂക്കിയിടാൻ പാടില്ല. ഓ. കേറിയിരിക്കെ. താങ്ക്സ്. അമ്മച്ചി മരിച്ച കാര്യം എങ്ങനെയാ അറിഞ്ഞേ? അല്ല, വർഷക്കണക്കൊക്കെ ചോദിച്ചോണ്ട് ചോദിച്ചതാ. അത് ഞാനൊന്ന് എറിഞ്ഞാടും. 2 കൊല്ലം മുന്നേ അവിടെ, ഇപ്പൊ ഇവിടെയും രണ്ടിടത്ത് മിസ്സിങ് അമ്മച്ചിയാണല്ലോ. അപ്പോ ഒന്ന് ഊഹിച്ച് എറിഞ്ഞു നോക്കിയതാ. താനാ എയറിൽ വീണു. സിമ്പിൾ. ഇതിലെന്തോന്നും എഴുതാത്തെ? ഒന്നും കിട്ടാത്തോണ്ട്. ഞാനൊരു കഥ പറയട്ടെ. സ്വന്തം കഥയാണോ? സ്വന്തം അല്ല, ഇത് വേറൊരാളുടെ കഥയാ. ലവ് സ്റ്റോറിയാണോ? ലവ് അല്ല, ഇതുവരെ പ്രേമിക്കാത്ത ഒരാളുടെ കഥയാ. എന്നെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന്. എഴുതുന്ന എല്ലാവർക്കും തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വീണ് കിട്ടുന്ന കുറച്ച് കഥകളുണ്ട്. പ്രബുദ്ധർ അതിനെ റൈറ്റേഴ്സ് ലക്കെന്ന് ഓമനപ്പേരിട്ട് വിളിക്കും. എന്നാൽ ഞാനതിനെ സമയമെന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ കഥയും കഥാപാത്രവും എഴുത്തുകാരിലേക്ക് വരാൻ ഒരു സമയമുണ്ട്. എന്നിലേക്ക് ദേ അന്നാമേരി വന്ന പോലെ. അതെ, ഹലോ, കഥ കഴിഞ്ഞു. കഴിഞ്ഞോ? ആ, എന്നാ താങ്ക് യു. ആ ഫുഡ് എടുത്ത് കഴിക്കണേ. അത് കഴിക്കാൻ മറക്കല്ലേ. നീ അവിടുന്ന് ആരോടും പറയാതെ എന്തിനാ പോയെ? ഹോം നേഴ്സ് ക്ലാര, ഏജ് 47.